അസ്സലാമലൈക്കും, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഗണിതം ആണ്. അപ്പോൾ ഗണിതത്തെ പാഠങ്ങൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ യൂണിറ്റിൽ എന്തെല്ലാം ഓവറോൾ വരുന്നുണ്ടെന്ന് നോക്കുന്നുണ്ട്. കാരണം ഒന്നിലും രണ്ടിലൊന്നും കാര്യമായിട്ട് പഠിക്കാനില്ല, പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് മുമ്പ് നമ്മൾ 1ാം ക്ലാസ്സിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലൊക്കെ കുഞ്ഞു മക്കൾ 1ാം ക്ലാസ്സിലെ മക്കൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളടക്കം അഥവാ പാഠങ്ങൾ നോക്കാം. മൊത്തം 5 പാഠങ്ങളാണുള്ളത്. 1ാമത്തെ പാഠം അടുക്കളയിലെ രൂപങ്ങൾ, 2ാമത്തെ പാഠങ്ങൾ ഒളിച്ചേ കണ്ടേ, 3ാമത്തെ പാഠം നല്ല നാടിനായി നല്ല നാളേക്കായി, 4ാമത്തെ പാഠം സമ്മാനപ്പൊതി, 5ാമത്തെ പാഠം ഒന്നായി ചേരാം നന്നായി വളരാം എന്നുള്ള പാഠമാണ്. ഇങ്ങനെ 5 പാഠങ്ങളാണ് ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് വരുന്നൊരു ഇതിൽ ഒരു ID കാർഡിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ വയ്ക്കാൻ, അതുപോലെ തന്നെ ഞാൻ എഴുതിയിട്ട് നമ്മുടെ പേര് കൊടുക്കുക, മക്കളുടെ പേര് കൊടുക്കുക. ഇത്രാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അമ്മയുടെ പേര്, അച്ഛൻ്റെ പേര്, എൻ്റെ ടീച്ചറിൻ്റെ പേര്, എൻ്റെ വിദ്യാലയം, ഫോൺ നമ്പർ, ശേഷം ആധാർ കാർഡിൻ്റെ നമ്പറും കൂടി കൊടുക്കണം. ഫസ്റ്റത്തെ പേജ് എന്ന് പറയുന്ന ഒരു കളർഫുൾ ആയിട്ടുള്ള ഇമേജാണ്, അമ്മയും മോളും നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പം 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും കുട്ടികളുടെ ബുക്കൊക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് കളർഫുൾ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഒരു എക്സസൈസ് നോക്കാം. ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ളതാണ്. രൂപങ്ങൾ, അതായത് ഓരോ രൂപങ്ങൾ അടയാളപ്പെടുത്താനൊക്കെയാണ്. ഇപ്പം ഞാൻ മലയാളം ടെക്സ്റ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അമ്മമാർ ഇത് വായിച്ചിട്ട് കുട്ടികളെ കൊണ്ട് ചോദിപ്പിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിട്ടാണ്, അടുക്കളയിലുള്ള വസ്തുക്കൾ വെച്ചിട്ടാണ് ഇത് ഏത് രൂപയെന്നൊക്കെ മക്കളോട് ചോദിക്കുക കേട്ടോ. നമ്മൾ ഈ 2ാം ക്ലാസ്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ കുട്ടികളെ നമ്മൾ ടെക്സ്റ്റ് വെച്ച് പഠിപ്പിക്കുന്നതിൽ നല്ലത് അടുക്കള ഉപകരണങ്ങൾ കാണിച്ച് പഠിപ്പിക്കുന്നതാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി റിലേറ്റോ. ഇപ്പം ടെക്സ്റ്റിലധികം എന്താ പറയുക, രൂപങ്ങളൊന്നും അവർക്ക് മനസ്സിലാവില്ലല്ലോ. പിന്നെ സെക്കൻഡ് എക്സസൈസ് എന്ന് പറയുന്നത് എലിയും പൂച്ചയും എന്ന് വന്നിട്ടുള്ളൊരു എക്സസൈസാണ്. അതിൽ ഏതാണ് ഷേപ്പ്, ഏത് ഷേപ്പ് കൂടി കടന്ന് പോകുമ്പോഴാണ് സുഖം എന്ന് ചോദിച്ചേക്കുന്നത്. അതിൽ നമുക്ക് റൗണ്ട് തന്നിട്ടുണ്ട്, അതായത് റൗണ്ട് തന്നിട്ടുണ്ട്, പിന്നെ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, പിന്നെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ട്രയാങ്കിൾ ആണോ സ്ക്വയർ ആണോ, അല്ലെങ്കിൽ സ്ക്വയറോ റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ റൗണ്ട് ആണോ സുഖം ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി റൗണ്ട് ആണ് അല്ലേ. ഇനി നമുക്ക് വേറൊരു എക്സസൈസ് നോക്കാം. ഏത് രൂപത്തിലുള്ളവയാണ് കൂടുതൽ. അപ്പം ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, റെക്റ്റാങ്കിൾ എത്ര എണ്ണം ഉണ്ട്, ട്രയാങ്കിൾ എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ സർക്കിൾ എത്ര എണ്ണം ഉണ്ടെന്ന് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പലഹാരക്കടയിൽ കൊഴുക്കട്ട വരച്ചിരിക്കുന്നത് കണ്ടല്ലോ. ചിത്രത്തിൽ 5 കൊഴുക്കട്ട കൂടെ വരച്ചിട്ട് കൊഴുക്കട്ട ചേർക്കണം. എത്ര കൊഴുക്കട്ട ഉണ്ടെന്ന് എഴുതണം. അലമാരയിൽ എത്ര കേക്കുകൾ ഉണ്ടെന്ന് എഴുതണം. അതിനുശേഷം നമുക്ക് വരുന്നത് ചിത്രത്തിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കളർ കൊടുക്കൽ നമ്മൾ 1ാം ക്ലാസ്സിലും പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് കളർ കൊടുക്കാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തൊരു എക്സസൈസ് എന്ന് പറയുന്നത് കുത്തുകളിലൂടെ വരച്ച രൂപങ്ങളാണ്. ഇത് കൂടി നമുക്ക് പല രീതിയിൽ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള, അതായത് കുട്ടികൾക്ക് നമ്മൾ നോട്ട് ബുക്കിൽ കുത്തുകൾ ഇട്ട് കൊടുത്തിട്ട് രൂപങ്ങൾ വരപ്പിക്കാം. അപ്പോൾ എത്ര കുത്തുകൾ കൂട്ടി വരയ്ക്കുമ്പോഴാണ് ഏറ്റവും ചെറിയ രൂപം കിട്ടുന്നതെന്ന് അവരെ കൊണ്ട് തന്നെ ചോദിക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ രൂപത്തിൽ നമുക്ക് എന്താ പറയുക, ഏറ്റവും വലിയ കുത്തുകളിൽ എത്ര രൂപങ്ങൾ വരയ്ക്കാം. ഇങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലില്ലാത്ത ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം. അപ്പോഴാണ് അവർക്ക് അത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനായിട്ട് നമുക്ക് ഡോട്ട്സ് ഉള്ള ബുക്കുകളൊക്കെ കിട്ടുമല്ലോ. അതൊക്കെ കുട്ടികൾക്ക് ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇനി 1ാം ക്ലാസ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇനി വരുന്ന പാഠത്തിൽ മേ ബി ഇതുപോലത്തെ ഉണ്ടാവാം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഷേപ്പുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഒരുപാട് ഷേപ്പുകൾ തന്നിട്ടുണ്ടല്ലോ. അതിൽ ഓരോ ഷേപ്പിലും എത്ര റെക്റ്റാങ്കിൾ, സ്ക്വയർ, അതുപോലെ തന്നെ സർക്കിൾ ഉണ്ടെന്ന് അടയാളപ്പെടുത്തണം. ഇതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പരിപാടിയായിരിക്കും. തീപ്പെട്ടി കമ്പ് വെച്ചിട്ട് ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന കുട്ടി നിൽക്കുന്ന ഷേപ്പുകൾ ഉണ്ടാക്കുക. അതിൽ ഫസ്റ്റത്തെ ചിത്രം നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യണം. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ റിബൺ ചിത്രങ്ങളാണ്. കടലാസ് റിബണുകൾ ചേർത്തൊട്ടിച്ച് ഇതുപോലെ വിവിധ ചിത്രങ്ങൾ ഉണ്ടാക്കാം. ഇത് മേ ബി എനിക്ക് തോന്നുന്നു സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികളെ കൊണ്ട് ഉണ്ടാക്കി കൊണ്ട് ചെല്ലാനായിരിക്കും ടീച്ചർമാർ കൂടുതലായിട്ട് പറയുക. കാരണം കാണാനും അവരുണ്ടാക്കി ചാർട്ടിലൊക്കെ ഒട്ടിച്ചിട്ട് കൊണ്ടു ചെല്ലാനായിരിക്കും. അപ്പം നിങ്ങൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനത്തെ റിബണായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ ക്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഷോർട്സ് ആയിട്ട്. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഐസ്ക്രീം ഒളിച്ചപ്പോൾ. ഇതൊരു കവിതയാണ്. എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം ഒളിച്ചപ്പോൾ എന്നുള്ളതാണ്. ഒരു നാൾ അച്ഛൻ അടുക്കളയിൽ വലിയൊരു വട്ടപാത്രത്തിൽ മധുരം നിറയും വാനില ഐസ്ക്രീം ഞങ്ങൾക്കായി ഒരുക്കിയല്ലോ. അച്ഛൻ അടുക്കള വിട്ടപ്പോൾ ഐസ്ക്രീം പതിയെ ചാടിയിറങ്ങി ചതുരപ്പെട്ടി പാത്രത്തിൽ നോക്കി ഒളിച്ചല്ലോ. കുമ്പിൾ പാത്രം കണ്ടപ്പോൾ കയറി ഐസ്ക്രീം അതിലേക്കും, വട്ടപ്പാത്രം കണ്ടൊരു നേരം ഒഴുകിക്കയറി ഒളിച്ചല്ലോ.
പാത്രം അതേതിൽ ചെന്നാലും ഇത്തിരി നേരം ഇരുന്നെന്നാൽ അതിൻ്റെ രൂപം കൈക്കൊള്ളും അമ്പട ആളൊരു കെങ്കേമൻ. ഇതാണ് കവിത. കുട്ടികൾക്ക് ചൊല്ലി പാടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു കവിതയാണ്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.